ശ്യാം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയിൽ നടന്ന കാര്യങ്ങൾ അതേറെ നിർണായകമാണ്. ഈ DA സന്ദേശ വിവാദത്തിൽ സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്താ എന്നൊരു ആകാംക്ഷയുണ്ട്. ഹർജിയിൽ വെള്ളിയാഴ്ചയാണ് സർക്കാർ മറുപടി നൽകേണ്ടത്. സ്വകാര്യത ലംഘിച്ചിട്ടില്ലെന്ന് സർക്കാർ ബോധ്യപ്പെടുത്തണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. സ്വകാര്യത ലംഘിച്ചിട്ടില്ലെന്നും നിയമാനുസൃതമായി മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചതെന്നുമാണ് സർക്കാരിന്റെ വാദം. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് കോടതി വിമർശിച്ചതും ചോദ്യങ്ങൾ ഉയർത്തിയതും. സർക്കാരിന്റെ നിലപാട് എന്താകും ഇനി എന്നതിൽ ആകാംക്ഷയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാനിരിക്കുന്നത് എന്നതാണ്. 2016 അപേക്ഷിച്ച് 21 എത്തി നിൽക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരുടെ കയ്യിൽ ഉൾപ്പെടെ ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ വാട്സപ്പും സംവിധാനങ്ങളും എല്ലാം ഉള്ളതുമാണ്. അതുകൊണ്ട് തന്നെ DA കുടിശ്ശിക, പെൻഷൻ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കിട്ടിയ സമയത്താണ് സ്വാഭാവികമായി ഇങ്ങനെ IT മിഷനോട് പറഞ്ഞ് ഈ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ കടന്നതും മുഖ്യമന്ത്രിയുടെ പ്രൊഫൈൽ ഫോട്ടോയോട് കൂടിയ വാട്സപ്പ് സന്ദേശം എല്ലാവരിലേക്കും പോവുകയും ചെയ്ത് ഇതാണ് വലിയ കുരുക്കായി മാറിയിരിക്കുന്നത്. പക്ഷെ സർക്കാരും അതുപോലെ തന്നെ മന്ത്രിമാരും CPIM നേതാക്കളും ഇതിനെ പ്രതിരോധിക്കുന്നത് അത് പ്രധാനമന്ത്രിയുടെ മെസ്സേജുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പല ഘട്ടങ്ങളിലായി പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ആളുകളുടെ മൊബൈൽ നമ്പറുകളിലേക്ക് അയക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അത് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായി നിങ്ങൾക്ക് തോന്നാത്തത് എന്ന ചോദ്യമാണ് മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചത്. അതേ ചോദ്യം തന്നെയാണ് CPIM സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ എന്തായാലും ഇത് കോടതിയിലെത്തിയ സാഹചര്യത്തിൽ, ഒരു നിയമ പോരാട്ടമായ സാഹചര്യത്തിൽ ഉറപ്പായും സർക്കാരിൻ്റെ സ്റ്റാൻഡ് അത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടി തന്നെയാണ്. അതിനെ എങ്ങനെ മറികടക്കാം എന്ന നിയമപരമായ ആലോചനയും ഒപ്പം സർക്കാർ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു അനുകൂലമായ നീക്കം അത് പ്രതീക്ഷ പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് സർക്കാർ നേതൃത്വത്തിൽ, സർക്കാർ സംവിധാനത്തിലുള്ളത്. വിനീത, ശരി. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. നോക്കൂ, ഈ ഡാറ്റ ചോർച്ച വിവാദം എന്തായാലും സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടത്. ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുകൂടി VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളം ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. ഗൗരവതരമായ കാര്യമാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ, ഗൗരവതരമായ വിധി നേരത്തെ. അതാണിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത്. ഗുരുതരമായ തെറ്റാണ്. ഇവരെല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഡാറ്റ ചോർച്ചയെന്ന് പറയുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സർക്കാരിന്റെ മുഖം മിനുക്കലിന് ജനങ്ങളുടെ സ്വകാര്യതയെ ബലിയാടാക്കി എന്നുകൂടി KC വേണുഗോപാൽ തുറന്നടിച്ചു. കേരള മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത ഒരു ഏറ്റവും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ ഡാറ്റ ചോർച്ച. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത് ഡാറ്റ ആയിരിക്കെ സ്പാർക്കിന്റെ കയ്യിലിരുന്ന ഡാറ്റ ഒരു ഏജൻസിയുടെ കയ്യിലേക്ക് കൊടുക്കുക, സ്വന്തം PR ഏജൻസിയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യതയുടെ നേരെ നടന്ന, ഓരോ വ്യക്തിയുടെയും പൗരന്റെയും സ്വകാര്യതയുടെ നേരെ നടന്ന ഏറ്റവും വലിയ കടന്നാക്രമണമാണ്. ഇത് മുഖ്യമന്ത്രി നേരിട്ട് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമണമാണ്. കോടതി നടപടിയിൽ ഏതായാലും ആശ്വാസം എന്ന് പറയുകയാണ് ഹർജിക്കാരനായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ട്രഷറർ അനിൽകുമാർ. PR വർക്കാണ് നടന്നതെന്നും DA കുടിശ്ശികക്കാർക്ക് മാത്രമായി ഒരു മെസ്സേജ് ഇതുവരെയും വന്നിട്ടില്ല എന്നുകൂടി അനിൽകുമാർ പറയുന്നു. സ്പാർക്കിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ലെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ MS നിഷാദ് പ്രതികരിച്ചത്. DA സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇതിനു മുമ്പും പലവട്ടം DA ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇത്തരത്തിലൊരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു DA തരാനുണ്ട്, വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ് ഡയറക്റ്റ് മെസ്സേജ് വരുന്ന സംവിധാനമൊന്നുമില്ല. അപ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസം തന്നെയാണ്. ഇന്നത്തെ പരാമർശം അത് തന്നെയാണ് ഞങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെയാണ് ആക്സസ് ഉള്ളത്? ഒരാൾക്കും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അങ്ങനെ ഒരു അധികാരമേ ഇല്ല. മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് തലവനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് അങ്ങനെ ഒരു അധികാരവുമില്ല. മുഖ്യമന്ത്രിക്ക് പോലും സ്പാർക്കിൽ കൈകടത്തുവാനുള്ള അധികാരമില്ല.
കെ സജീഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സജീഷ്, ഈ ജീവനക്കാരുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന സ്പാർക്ക്, അതിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി എന്നതാണ് ഇപ്പോൾ പ്രധാന ആരോപണമായി ഈ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഉയർത്തുന്നത്. എംപ്ലോയീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഉയർത്തുന്നത്. അവരാണ് കോടതിയെ സമീപിച്ചതും. ഇനിയിപ്പോൾ എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. മാത്രമല്ല, എങ്ങനെ ഈ ഡാറ്റ ചോർന്നു എന്ന് സുപ്രധാനമായ നിരീക്ഷണം കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഈ സ്പാർക്ക് തന്നെ ആകെ ഈ ഡാറ്റ ആകെ കൈമാറി പുറത്തെ ഒരു ഏജൻസിക്ക്, മുഖ്യമന്ത്രിയുടെ PR കൈകാര്യം ചെയ്യുന്ന ഏജൻസിക്കാണെന്നാണ് പറയുന്നത്. സർക്കാർ മറുവാദം ഉയർത്തുമ്പോഴും ജീവനക്കാരുടെ ആശങ്ക ഇതോടെ പരിഹരിക്കപ്പെടുമോ? വിനീത, ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആശങ്കകളാണ് ഹൈക്കോടതിയിൽ ഹർജിയായി കൊടുത്തിരിക്കുന്നത്. ആ ഹർജിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജീവനക്കാരുടെ വ്യക്തിഗത സ്വകാര്യ വിവരങ്ങൾ എല്ലാം തന്നെ ഏതാണ്ട് 75 ലക്ഷത്തോളം ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങളാണ് ഈ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെടുത്ത് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യക്തിഗത സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതെന്നാണ്. ആ അർത്ഥത്തിൽ സ്വകാര്യതയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. ഇത്തരത്തിൽ സ്പാർക്ക് പോലുള്ള കാര്യങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമാണ്, അതൊരു സോഫ്റ്റ്വെയർ ആണ്, ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ എങ്ങനെ മുഖ്യമന്ത്രി ഓഫീസിനും ആക്സസ് ആയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ചോദ്യം ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായൊരു കണക്ക് ബോധിപ്പിക്കാനാണ്. അതായത് സ്വകാര്യതയിലേക്കുള്ള ലംഘനം ഉണ്ടായിട്ടില്ല, എന്തൊക്കെ വിവരങ്ങളാണ് എടുത്തത്, ഏതൊക്കെ രീതിയിൽ ഇത് സ്വകാര്യത ലംഘിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് സ്വകാര്യത ലംഘിക്കില്ല എന്ന് ഏതെങ്കിലും രീതിയിൽ ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ഹൈക്കോടതി വെള്ളിയാഴ്ചക്കകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് ഇനിയുണ്ടാകുന്ന നടപടി നിർണായകമാണ്. അത് ഒരുപക്ഷേ സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യം, ഒരു സ്വകാര്യ ഏജൻസിക്കും ഒരു PR ഏജൻസിക്കും തങ്ങൾ ഇത്തരം വിവരങ്ങൾ കൈമാറിയിട്ടില്ല. ഇത് സർക്കാരിൻ്റെ തന്നെ ഒരു പ്രചരണമാണ്. അത് സർക്കാർ ഏജൻസികൾ വഴി, അല്ലെങ്കിൽ സ്പാർക്ക് പോലുള്ള സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് സർക്കാർ തന്നെ എടുത്ത വിവരങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്ന് മാത്രമാണ്, സന്ദേശമായി നൽകിയെന്ന് മാത്രമാണ്. അത് മറ്റൊരു തരത്തിലുള്ള സ്വകാര്യ ഏജൻസിയുടെ കടന്നുകയറ്റമോ സ്വകാര്യ ഏജൻസിക്ക് മറ്റേതെങ്കിലും വിവരങ്ങൾ കൊടുക്കലോ ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് സർക്കാർ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാവുക, പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും പരോക്ഷമായിട്ടെങ്കിലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഓഫീസിലുള്ളവരെയും ഇതിൽ പ്രതി ചേർക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ക്രിമിനൽ ആക്ടിവിസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരെ കൂടി പ്രതി ചേർത്ത് ഈ കേസുമായി മുന്നോട്ട് പോകണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി തിരിച്ചടിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം.